പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ പറഞ്ഞു വന്നത് ഇന്നത്തെ നമ്മൾ സംവദിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അധ്യാപകർ എത്രമേൽ പ്രസക്തമാണ് എന്നുള്ള ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ മുഴുവനും 10ാം ക്ലാസ് വരെ ഗവൺമെന്റ് തലത്തിൽ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അതേപോലെ കോളേജ് തലങ്ങളിലൊക്കെ പലതരത്തിലുള്ള പ്ലാറ്റ്ഫോമിലൂടെയും ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അതേസമയം മദ്രസകളിൽ സമസ്തയുടെ മറ്റ് വിഭാഗങ്ങളുടെ ഒക്കെ ക്ലാസ്സുകൾ പല രീതിയിലും ഒക്കെ നടക്കുന്നുണ്ട്. ഇവിടെ അറിവുകൾ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പോലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അധ്യാപകർ നമ്മെ നേരിട്ട് കൊണ്ട് നമ്മളുമായി സംവദിക്കുമ്പോഴുണ്ടാവുന്ന ഒരു സുഖം, ഒരു അനുഭൂതി, ഒരു അനുഭവം നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് 1000 ജീവനില്ലാത്ത പുസ്തകങ്ങളെക്കാൾ അപ്പുറം വിലയുള്ളത് ജീവനുള്ള ഒരു അധ്യാപകന്റെ പ്രസൻസ് ആണ്. എങ്ങനെയുള്ള ജീവനുള്ള അധ്യാപകനായിരിക്കണം? നമ്മുടെ ഹൃദയം തൊട്ട് സംസാരിക്കുന്ന അധ്യാപകനായിരിക്കണം. എങ്ങനെയാണ് ഹൃദയം തൊടേണ്ടത്? ഒരു വിദ്യാർത്ഥിയെ തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയുടെ ഹൃദയ കൊട്ടാരത്തിൽ ജീവിക്കുന്നത്. നമ്മളെ പഠിപ്പിച്ച ഒരുപാട് അധ്യാപകരുണ്ട്. നമ്മുടെ ഈ കാലം വരെ നമ്മൾ പഠിച്ച സമയത്ത് നമ്മളിൽ അറിവ് നൽകിയിട്ടുള്ള ഒരുപാട് അധ്യാപകരുണ്ട്. ആ അധ്യാപകരിൽ ഒരു അധ്യാപകനെ മാത്രം നമ്മളെപ്പോഴും ഓർത്തു വെക്കും. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു അധ്യാപകനെ നമ്മൾ ഓർത്തു വെക്കുന്നത്? അങ്ങനെ ഒരു അധ്യാപകനെ മാത്രം നമ്മൾ നമ്മുടെ മനസ്സിന്റെ കൊട്ടാരത്തിൽ സൂക്ഷിച്ചു വെക്കുന്നത്, ഓർത്തു വെക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ, ആ അധ്യാപകൻ നിങ്ങളുടെ സങ്കടത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. ആ അധ്യാപകൻ നിങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടിനോടൊപ്പം സമാധാനിപ്പിക്കാനുണ്ടായിരുന്നു. ആ അധ്യാപകൻ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം തന്നിരുന്നു. ആ അധ്യാപകൻ നിങ്ങളുടെ സ്വപ്നങ്ങൾക്കൊപ്പം നടന്നിരുന്നു. ആ അധ്യാപകൻ നിങ്ങളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചിരുന്നു. ഇങ്ങനെ പറഞ്ഞാൽ തീരാത്തത്രമേൽ നിങ്ങളെ സ്വാധീനം ചെലുത്തിയ ഒരു അധ്യാപകനാണ് നിങ്ങളുടെ ഹൃദയത്തിലുള്ളത്. അതേപോലെ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം, ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയെ ഓർത്തെടുക്കുന്നത് എപ്പോഴാണ്? ആ അധ്യാപകൻ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ ചെയ്യുമ്പോഴാണ്. നമുക്കറിയാലോ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അധ്യാപകരുണ്ട്. നമ്മളെ മറിയിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ള അധ്യാപകരുണ്ട്. ഒരു ക്യാമ്പസിൽ തന്നെ, ഇപ്പൊ നിങ്ങള് കോളേജിൽ തന്നെ ഒരുപാട് അധ്യാപകരുണ്ടാവും നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന. എന്തുകൊണ്ടാണ് നിങ്ങൾ ചില ഉസ്താദുമാരെ, നിങ്ങൾ ചില അധ്യാപകരെ ഓർക്കുന്നത്? അവര് നിങ്ങൾ അത്രമേൽ സ്നേഹിച്ചിട്ടുണ്ടാവും. അവർ നിങ്ങൾ അത്രമേൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് നിങ്ങളോട് ചൂടാവാതെ നിങ്ങളുടെ മുഖത്തെ സന്തോഷത്തിന്റെ പ്രകാശം കാണാൻ അവർ ഒരു പക്ഷേ തയ്യാറായിട്ടുണ്ടാവും. എപ്പോഴും ഒരു അധ്യാപകൻ ഏറ്റവും സന്തോഷിക്കുക ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മുഖത്ത് വിരിയുന്ന പ്രസന്നത കൊണ്ടാണ്. ഞങ്ങളൊരു വിഷയം പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി എന്നുള്ളത് ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ കണ്ണുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. പുതിയ കാലഘട്ടങ്ങളിൽ ഇപ്പൊ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് പുതിയ കാലഘട്ടമാണ്. പലപ്പോഴും ആളുകൾ പറയാറുണ്ട് ന്യൂ ജനറേഷൻ സ്റ്റുഡൻസ് ആണ് പറയാറുണ്ട്, അല്ലെ? നമ്മളൊക്കെ ന്യൂ ജനറേഷൻ വിദ്യാർത്ഥികളാണ്, അല്ലെങ്കിൽ നമ്മളൊക്കെ ന്യൂ ജനറേഷൻ അധ്യാപകരാണ്. പഴയ പോലെ കുട്ടികൾ നമ്മൾ സ്നേഹിക്കുന്നില്ല എന്ന് അധ്യാപകർ കുറ്റം പടുത്തുമ്പോൾ, പഴയ പോലെ അല്ലെങ്കിൽ അധ്യാപകർ നമ്മളെ സ്നേഹിക്കുന്നില്ല എന്നും വിദ്യാർത്ഥികൾ തിരിച്ചും മറിച്ചും ഒക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാറുണ്ട്. ഇപ്പോഴത്തെ വിദ്യാർത്ഥികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണ നമ്മുടെ തലച്ചോറിൽ 1300 ക്യൂബിക് സെന്റിമീറ്റർ ആണ് സ്പേസ് ഉണ്ടാവുക. എന്നാൽ പുതിയ കാലത്തിലെ വിദ്യാർത്ഥികളുടെ ബ്രെയിൻ സ്പേസ് എന്ന് പറയുന്നത് 1800 ആണ്. 1300 ഞങ്ങളെ പോലെയുള്ള അധ്യാപകരുടെ തലച്ചോറിൽ ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ 1800ഓളം ക്യൂബിക് സ്പേസ് ഉണ്ട്. നിങ്ങൾ ഞങ്ങളെക്കാളും കൂടുതൽ ടെക്നോളജി അറിയുന്ന ആളുകളാണ്. ഒരു പക്ഷേ എനിക്ക് ഒരു പുതിയ ഒരു ആപ്ലിക്കേഷൻ, ഒരു ആപ്പ് അറിയുന്നില്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ അത് വളരെ നന്നായിട്ട് പറയും. നിങ്ങൾ അത്രമേൽ ബുദ്ധിയുള്ള കുട്ടികളാണ്. നിങ്ങൾ അത്രമേൽ പുതിയ പുതിയ സംവിധാനങ്ങൾ അറിയുന്ന ആൾക്കാരാണ്, അല്ലെ? ഇപ്പൊ ഞാനെന്ന് പറയുന്ന അധ്യാപകൻ എന്റെ ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി വീട്ടിൽ പോയിട്ട് അത് കറക്റ്റ് ആണോ എന്ന് നോക്കുന്ന കാലഘട്ടമാണ്. കാരണം ക്ലാസ് മുറിയിലെ അധ്യാപകനോടൊപ്പം തന്നെ നമ്മുടെ പുതിയ കാലത്തിലെ കുട്ടികൾ ഗൂഗിൾ ടീച്ചറെ കൂടി കൊണ്ടുപോകുന്നുണ്ട്.
ക്ലാസ് ടീച്ചറോടൊപ്പം തന്നെ ഒരു ഗൂഗിൾ ടീച്ചർ കൂടിയുണ്ട്. അതുകൊണ്ട് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ട് കുട്ടി ആ വിഷയം അധ്യാപകൻ പറഞ്ഞത് ശരിയാണോ എന്ന് നോക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ കാലഘട്ടം. അതുകൊണ്ട് പഴയ വിദ്യാർത്ഥികളും പഴയ അധ്യാപകരിൽ നിന്നും പുതിയ കാലഘട്ടം നമ്മളെ ബോധിപ്പിക്കുന്നത് വിദ്യാർത്ഥി അറിവുള്ള വിദ്യാർത്ഥിയാണ്. ഇനി പുതിയ ഒരു സംവിധാനം വരാറുണ്ട്. ഒരു പക്ഷേ നിങ്ങളിൽ പലർക്കും അറിയാവുന്ന ഒന്നാണ് അലക്സ എന്ന് പറയുന്ന ഒന്നുണ്ട്. അലക്സ എന്താണ്? നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് അതിന്റെ ഇൻഫർമേഷൻ കിട്ടും. അതായത് നമ്മൾ ടൈപ്പ് ചെയ്ത് നോക്കണം. നമ്മൾ തളിപ്പറമ്പ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ തളിപ്പറമ്പിന്റെ ഒരുപാട് ഇൻഫർമേഷൻ ഈ ഗൂഗിളിൽ ഉണ്ടാവും. അതേസമയം അലക്സ എന്ന് പറയുന്നത് നമ്മൾ ചോദിച്ചാൽ മതി, അലക്സ പറഞ്ഞു തരും. അപ്പൊ പുതിയ കാലത്ത് അലക്സയും ഗൂഗിളും ഒക്കെയാണ് കുട്ടികളുടെ ടീച്ചേഴ്സായി മാറുന്നത്. പക്ഷെ ഇവിടെ ഗൂഗിളും അലക്സയും ഒക്കെ ഉള്ളപ്പോഴും ഈ ഗൂഗിളിനും അലക്സയ്ക്ക് ഒന്നും ചെയ്തു തരാൻ കഴിയാത്ത ഒന്ന്, നിങ്ങളെ ഒന്ന് പ്രശംസിക്കാൻ, നിങ്ങളെ ഒന്ന് സ്നേഹിക്കാൻ, നിങ്ങളെ സ്നേഹത്തോടുകൂടി നിങ്ങൾക്കൊരു ഷെയ്ക്ക് ഹാൻഡ് തരാൻ, നന്നായി മക്കളെ, നിങ്ങൾക്ക് നന്നായി മാർക്ക് കിട്ടിയിട്ടുണ്ട്, ബെസ്റ്റ് വിഷസ്, ഗുഡ് ലക്ക്, അതല്ലെങ്കിൽ കൺഗ്രാജുലേഷൻ, അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറയാൻ ഒരു അലക്സ ടീച്ചർക്കോ ഒരു ഗൂഗിൾ ടീച്ചർക്കോ കഴിയില്ല. അവിടെയാണ് നമ്മളെ പോലെയുള്ള അധ്യാപകർക്ക് പ്രസക്തി ഉണ്ടാവുന്നത്. നിങ്ങളെ സ്കൂളിൽ പഠിപ്പിക്കുന്ന, നിങ്ങളെ കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെ എത്രമേൽ പ്രശസ്തരാകുന്നു എന്ന് വെച്ചാൽ നിങ്ങളെ പുറത്തു തട്ടിക്കൊണ്ട് നിങ്ങൾ ചെയ്ത നല്ല പ്രവൃത്തിയെ അഭിനന്ദിക്കാൻ വേറൊരാളും ഈ ലോകത്തുണ്ടാവില്ല. നിങ്ങൾ ആദ്യമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നത് നിങ്ങൾ അധ്യാപകനാണ്. ഒരിക്കലും ഗൂഗിൾ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കില്ല. ഒരിക്കലും ഗൂഗിൾ നിങ്ങൾക്കൊരു ഷേക്ക് ഹാൻഡ് തരില്ല. ഒരിക്കലും ഗൂഗിൾ നിങ്ങളെ ഒന്ന് സ്നേഹത്തോടെ ചിരിച്ചു കാണിക്കില്ല, നിങ്ങളെ ഒന്ന് അഭിനന്ദിക്കില്ല. അതുകൊണ്ട് എത്ര കാലഘട്ടം മാറിയാലും, എത്ര പുതിയ പുതിയ സംവിധാനങ്ങൾ ടെക്നോളജി വന്നാലും, എത്ര സൂം ആപ്ലിക്കേഷനോ വാട്സാപ്പ് മെസ്സേജറോ ഇൻസ്റ്റഗ്രാമോ അതല്ലെങ്കിൽ ഗൂഗിൾ മീറ്റോ വന്നു കഴിഞ്ഞാലൊക്കെ അതിനപ്പുറത്തേക്ക് നമ്മുടെ അധ്യാപകർ നിങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നാർ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഏത് കാലം കഴിഞ്ഞാലും പഴയ ഗുരുകുല വിദ്യാഭ്യാസ കാലഘട്ടത്തിലും അധ്യാപകൻ പ്രശസ്തനാണ്. അധ്യാപകന്റെ റോള് വളരെ നിർണായകമാണ്. പുതിയ കാലഘട്ടത്തിലും അധ്യാപകന്റെ റോൾ നിർണായകമാകാൻ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പൊ തന്നെ അറിയാലോ, നിങ്ങൾ പലർക്കും വീട്ടിലിരുന്ന് ബോറടിക്കുന്ന ഒരു സമയമാണ്. കാരണം അറിവെന്ന് പറയുന്നത് നിരന്തരം ഒരാളിലൂടെ വോയിസ് ക്ലിപ്പായിട്ടോ അതല്ലെങ്കിൽ ഇങ്ങനെ ഓൺലൈനിലോ കിട്ടേണ്ടതല്ല. മറിച്ച് നമ്മുടെ ക്യാമ്പസിൽ നിന്ന്, നമ്മുടെ അധ്യാപകരിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അത്തരത്തിലുള്ള അറിവുകൾ തരാൻ യഥാർത്ഥത്തിൽ അധ്യാപകൻ ക്ലാസ് മുറികളിൽ നിന്ന് തന്നെ ക്ലാസ്സുകൾ പറയേണ്ടതുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇതൊരു തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ്. കുട്ടികളില്ലാതെ ഒരു പക്ഷേ ഒരു അധ്യാപകൻ സാറ്റിസ്ഫൈഡ് ആവില്ല. ഇപ്പൊ എന്നെ പോലെയുള്ള ഒരു അധ്യാപകൻ ഏറ്റവും കൂടുതൽ ബോറടിക്കുന്ന കാലഘട്ടമാണിത്. കാരണം നമ്മൾ കുട്ടികളെ കാണുന്നില്ലല്ലോ. കുട്ടികളെ കാണുകയും കുട്ടികളിൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ കുട്ടികളുടെ മുഖത്ത് കാണുന്ന പ്രസന്നത മാത്രമാണ് നമ്മുടെ എനർജി എന്ന് പറയുന്നത്. ശമ്പളത്തിനപ്പുറം വിദ്യാർത്ഥി ചിരിച്ചു കാണിക്കുന്ന ഒരു വിഷയം പറയുമ്പോൾ എനിക്ക് മനസ്സിലായി മാഷേ എന്ന് പറയുന്നതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഊർജമാണ് ഏറ്റവും വലിയ ഊർജം. അതേപോലെ നിങ്ങൾക്കും അങ്ങനെ തന്നെയാവും. അതുകൊണ്ട് ഒരുപക്ഷെ അധ്യാപനം ഇത്രമേൽ പ്രശസ്തമാണ് ക്ലാസ് റൂമുകളിൽ എന്ന് തിരിച്ച് നമ്മളെ ബോധിപ്പിക്കാനുള്ള ഒരു കാലഘട്ടം കൂടിയാണ് കോവിഡ് കാലഘട്ടം. നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയാണ് നമ്മുടെ കോളേജ് എത്രമേൽ സന്തോഷം നൽകുന്ന ഒന്നായിരുന്നു, നമ്മുടെ അധ്യാപകർ എത്രമേൽ സ്നേഹം നൽകുന്ന ആൾക്കാരായിരുന്നു, നമ്മുടെ വിദ്യാർത്ഥികൾ എത്രമേൽ നമ്മളെ സന്തോഷിപ്പിക്കുന്നവരായിരുന്നു എന്നൊക്കെയുള്ള തിരിച്ചറിവ് നമ്മുടെ ഈ പറയുന്ന അധ്യാപക ദിനാഘോഷം നടക്കുന്ന സമയത്ത് നമ്മളെ വീണ്ടും വീണ്ടും ചിന്തിപ്പിക്കാനും തോന്നിപ്പിക്കാനുമുള്ള അവസരമാണ് നമ്മുടെ മുമ്പിലുള്ള COVID-19 കാലഘട്ടം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതും മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ മുമ്പിൽ ഞാൻ നേരത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. നമ്മൾ ഈ ഒരു അധ്യാപക ദിനത്തിൽ വിദ്യാർത്ഥികൾ എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിജ്ഞ എന്ന് പറയുന്നത് നമ്മൾ സ്വപ്നം കാണാൻ തയ്യാറാവുക എന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മൾ സ്വപ്നം കാണാൻ തയ്യാറാവേണ്ടത്? നമ്മൾ സ്വപ്നം കാണാൻ തയ്യാറാവേണ്ടത് അബ്ദുൽ കലാം പറഞ്ഞതുപോലെ നമ്മൾ ഉറക്കത്തിൽ കാണുന്നതല്ല യഥാർത്ഥത്തിലുള്ള സ്വപ്നം, മറിച്ച് നമ്മുടെ ഉറക്കം കെടുത്തുന്നത് എന്തോ അതാണ് നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത്. നിങ്ങൾ കിടക്കുന്ന സമയത്ത് IAS പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ഉറക്കം വരൂല. കാരണം എനിക്ക് ഇനിയും പഠിക്കണം എന്ന് തോന്നലുണ്ടാവണം. ഒരു കോളേജ് ലെക്ചർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ നിരന്തരം ഇനിയും പഠിക്കേണ്ടതുണ്ട്. ഒരു നല്ല എഞ്ചിനീയർ ആവാൻ ആഗ്രഹിക്കുന്ന ആൾ നിരന്തരം പഠിക്കേണ്ടതുണ്ട്. അപ്പോ കിടന്നുറങ്ങി സ്വപ്നം കാണുന്നതിന് പകരം ഉറങ്ങാതെ നിങ്ങൾ കണ്ട ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്നം നിറവേറ്റാൻ വേണ്ടി ഏറ്റവും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. കുട്ടികൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അറിവ് തന്നെയാണ്.
നമ്മുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് അറിവ് തന്നെയാണ്. നമ്മുടെ തളിപ്പറമ്പ് പോലെയുള്ള പ്രദേശത്തുണ്ടാവുന്ന ഒരു സങ്കടം എന്ന് പറയുന്നത് ആൺകുട്ടികൾ പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ലോകത്ത് ഏറ്റവും അറിയപ്പെടുന്ന ചരിത്രകാരന്മാരാണ് റോമില താപ്പർ. ഇന്ത്യയിൽ അറിയപ്പെടുന്ന ചരിത്രകാരനാണ് ഇർഫാൻ ഹബീബും, അതേപോലെ തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന ചരിത്രകാരനാണ് MGS നാരായണൻ ഉൾപ്പെടെയുള്ള ആളുകൾ. പക്ഷെ ഇവരുടെ കാലത്തിന് ശേഷം നമുക്കൊരു ചരിത്രകാരന്റെ പേര് പറയേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് പ്രശസ്തരായിട്ടുള്ള ചരിത്രകാരന്മാർ ഉണ്ടാവേണ്ടതുണ്ട്. എങ്ങനെയാ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് ഉന്നത കലാലയത്തിലെത്തേണ്ടതുണ്ട്. ഈ പറയുന്ന നിങ്ങൾ പഠിക്കുന്ന ക്യാമ്പസിൽ നിന്ന് JNU എന്ന് പറയുന്ന സർവകലാശാലയിൽ പഠിക്കേണ്ട കുട്ടികൾ ഉണ്ടാവണം. അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ പഠിക്കേണ്ട കുട്ടികൾ ഉണ്ടാവണം. അങ്ങനെ വലിയ വലിയ സർവകലാശാലകളിൽ പോയിട്ട് ഉന്നത വിദ്യാഭ്യാസം നേടുകയും നമ്മുടെ സമൂഹത്തിൽ അറിയപ്പെടുന്ന ചരിത്രകാരന്മാർ, സമൂഹത്തിൽ അറിയപ്പെടുന്ന ഡോക്ടർമാർ, സമൂഹത്തിൽ അറിയപ്പെടുന്ന എഞ്ചിനീയർമാർ, സമൂഹത്തിൽ അറിയപ്പെടുന്ന സിവിൽ സർവന്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി സ്വയം പ്രതിജ്ഞാബദ്ധരാവണം. നിങ്ങൾ സ്വയം പ്രവർത്തിക്കുന്ന ആളുകളായി മാറണം. നമ്മുടെ മുമ്പിൽ ഷാഹിദ് തിരുവള്ളൂരുണ്ട്, അല്ലെ? നമ്മുടെ അടുത്ത സുഹൃത്തായിരിക്കുന്ന ഷാഹിദ് തിരുവള്ളൂർ നിങ്ങളെപ്പോലെയുള്ള സ്ഥാപനത്തിൽ പഠിച്ച് അഹ്സനി ബിരുദമെടുത്ത് IAS കരസ്ഥമാക്കിയിട്ടുള്ള വിദ്യാർത്ഥിയാണ്. ഷാഹിദ് തിരുവള്ളൂർ ആരാ നിങ്ങൾക്കറിയാം, അല്ലെ? പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ് നേരെ സ്കൂളിൽ പോലും പോവാതെ അറബി കോളേജിൽ പഠിച്ചിട്ട് അവിടെ നിന്ന് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഷാഹിദ് തിരുവള്ളൂർ. ഷാഹിദ് തിരുവള്ളൂർ ഇപ്പം സിവിൽ സർവീസിന് വേണ്ടിയിട്ട് ഡൽഹിയിൽ സിവിൽ സർവീസിന്റെ ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ നാളെ ഒരു 2-3 മാസത്തിന് ശേഷം അറിയപ്പെടുന്ന ഒരു സിവിൽ സർവന്റ് ആയിട്ട് ഷാഹിദ് തിരുവള്ളൂർ മാറുകയാണ്. അപ്പൊ നമ്മളൊക്കെ ഷാഹിദ് തിരുവള്ളൂരിനേക്കാളൊക്കെ സംവിധാനങ്ങളും സൗകര്യമുള്ള വീടുകളിൽ നിന്ന് വരുന്ന ആളുകാരാണ്. നമ്മൾ അങ്ങനെയുള്ള സംവിധാനത്തിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കോളേജിൽ ഇഷ്ടംപോലെ ലൈബ്രറി ഉണ്ട്. നമ്മുടെ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്. ഇങ്ങനെയൊന്നുമുള്ള അവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നില്ല. പകരം നമ്മളൊരു ചെറിയ ലോകം, ഒരു വാട്സപ്പ് ലോകത്തിൽ മാത്രം ജീവിച്ച് നമ്മൾ ജീവിതം അവസാനിപ്പിക്കരുത്. നമ്മൾ ലോകത്തിൽ അറിയപ്പെടുന്ന ആളുകളായി മാറണമെങ്കിൽ നിങ്ങൾ ഈ അധ്യാപക ദിനത്തിൽ നിങ്ങളുടെ അധ്യാപകന് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത്, കുറെ കാലം കഴിഞ്ഞാൽ ഞാൻ പഠിച്ച വിദ്യാർത്ഥിയാണ് ഇവിടെ ഈ ജില്ലയിലെ കലക്ടർ എന്ന് നിങ്ങൾ അധ്യാപകർക്ക് നിങ്ങളെ കുറിച്ച് പറയാൻ കഴിയുമ്പോഴാണ് ആ അധ്യാപകൻ ഏറ്റവും കൂടുതൽ സംതൃപ്തനാവുന്നത്. നിങ്ങൾ അധ്യാപകർക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ ദക്ഷിണ അതാണ്. നിങ്ങൾ അധ്യാപകർക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത്, നിങ്ങൾ വലുതായി വലിയ വലിയ ആളായി മാറുമ്പോൾ ആ അധ്യാപകൻ ഉണ്ടാവുന്ന സന്തോഷത്തിലപ്പുറം വേറൊന്നുമില്ല. അതുകൊണ്ട് വിദ്യ പകർന്നു തരുന്ന അധ്യാപകർക്ക് ഇങ്ങനെ തിരിച്ച് വലിയ വലിയ വിദ്യാർത്ഥികളെ സമ്മാനിക്കാനുള്ള പ്രചോദനമായിട്ട് ഈ പറയുന്ന അധ്യാപക ദിനം മാറട്ടെ എന്നാണ് ഞാൻ ആദ്യമായിട്ട് ആശംസിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ കൽപ്പറ്റ നാരായണൻ മാഷിന്റെ കവിതയിലെ വിലാസിനി ടീച്ചറുണ്ട്. വിലാസിനി ടീച്ചർ 2ാം ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും വിലാസിനി ടീച്ചർ പഠിപ്പിച്ച ഒരുപാട് ആളുകൾ, കളക്ടർമാരും എഞ്ചിനീയർമാരും വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ ടീച്ചറെ കാണാൻ വരുമ്പോഴും ടീച്ചർ 2ാം ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകരൊക്കെ നിങ്ങളൊരു പക്ഷേ ഉന്നത വിദ്യാഭ്യാസത്തിൽ അലിഗഡ് സർവകലാശാലയിലോ JNUവിലോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലോ മറ്റു പല സ്ഥലങ്ങളിലോ നിങ്ങൾ പോകുമ്പോഴും നിങ്ങൾ അധ്യാപകർ ഇവിടെ നിങ്ങളെ കുറിച്ച് ഓർത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അവർക്ക് സന്തോഷമുണ്ടാവുക, ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥി ഉന്നത സ്ഥാനത്താണ്, ഉന്നത ലെവലിലാണ്, വലിയ വലിയ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് എന്ന ഒരു സമ്മാനം നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാനുള്ള പ്രതിജ്ഞ നിങ്ങൾ ഈ അധ്യാപക ദിനത്തിൽ എടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഇങ്ങനെയുള്ള ഒരു പരിപാടിക്ക് എന്നെ ക്ഷണിച്ചിട്ടുള്ള യൂണിയന്റെ ഭാരവാഹികളോട്, എന്നെ ക്ഷണിച്ച എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് തളിപ്പറമ്പിലെ സിദ്ദീഖ് സാഹിബിനോട്, മറ്റുള്ള എല്ലാ ആളുകളോടും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട്, ഈ ദിനത്തിൽ നിങ്ങൾ പ്രതിജ്ഞ എടുക്കേണ്ടത് വലിയ സ്വപ്നങ്ങൾ കാണുന്ന വിദ്യാർത്ഥികളാവുകയും ആ സ്വപ്നം സാക്ഷാത്കരിച്ചുകൊണ്ട് നിങ്ങൾ അധ്യാപകർക്ക് സമ്മാനമായിട്ട് എല്ലാ വർഷവും നിങ്ങൾ സന്ദേശങ്ങൾ അയക്കുന്ന, നിങ്ങൾ അധ്യാപകർ കാണിച്ചു തന്നിട്ടുള്ള നന്മയുടെ വഴികളിലേക്ക്, സത്യത്തിന്റെ വഴികളിലേക്ക്, നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ള പരിചയ സമ്പന്നതയുടെ, അതേപോലെ തന്നെ അറിവിന്റെ പുതിയ പുതിയ ലോകങ്ങൾ, പുതിയ പുതിയ ചക്രവാളങ്ങൾ കീഴടക്കാനുള്ള വലിയ വഴികൾ നിങ്ങൾക്ക് തുറന്നു തന്ന അധ്യാപകരെ ഓർക്കണം എന്ന് മാത്രം നിങ്ങൾ ഓരോരുത്തരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാ ആളുകളെയും ഒരിക്കൽ കൂടി സ്നേഹ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അസ്സലാമു അലൈക്കും.